Hello students. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് Lyapunov ഫംഗ്ഷൻ എന്നുള്ളത് വരെ കണ്ടതാണ്. Lyapunov ഫംഗ്ഷൻ ഓഫ് an autonomous system ലാസ്റ്റ് നമ്മൾ ഡിഫൈൻ ചെയ്തിരുന്നു. ഇതായിരുന്നു ഡെഫിനേഷൻ. എ പോസിറ്റീവ് ഡെഫിനിറ്റ് ഫംഗ്ഷൻ E of xy with dou E by dou x into f plus dou E by dou y into g negative semi-definite is called a Lyapunov function of the autonomous system എന്നുള്ളത് നമ്മൾ ലാസ്റ്റ് ഡിഫൈൻ ചെയ്തിരുന്നു. നെക്സ്റ്റ് നമുക്കൊരു തിയറോ ആണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയറോ ആണ്. സ്റ്റേറ്റ്മെന്റ് വരുന്നത് ഇതാണ്: ഇഫ് ദർ എക്സിസ്റ്റ് എ Lyapunov ഫംഗ്ഷൻ E of xy for the system 1, system 1 means നമ്മുടെ autonomous system, then the critical point 0, 0 is stable. Furthermore, if this function has the additional property that the function 3 is negative definite, then the critical point 0, 0 is asymptotically stable. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. ഫസ്റ്റ് കണ്ടീഷൻ പറയുന്നത് Lyapunov ഫംഗ്ഷൻ ഉണ്ട് എങ്കിൽ സിസ്റ്റം 1 ദ ക്രിട്ടിക്കൽ പോയിന്റ് 0, 0 ഈസ് സ്റ്റെബിൾ ആയിരിക്കും. 0, 0 ഒരു സ്റ്റെബിൾ ആയിട്ടുള്ള ക്രിട്ടിക്കൽ പോയിന്റ് ആയിരിക്കും. ഇനി അത് കൂടാതെ ഈ ഫംഗ്ഷൻ 3 എന്ന് പറഞ്ഞാൽ അതായത് ഡോ ഇ ബൈ ഡോ എക്സ് ഇൻറ്റു എഫ് പ്ലസ് ഡോ ഇ ബൈ ഡോ വൈ ഇൻറ്റു ജി എന്നുള്ളത് നെഗറ്റീവ് സെമി ഡെഫിനിറ്റ് എന്നതിലുപരി നെഗറ്റീവ് ഡെഫിനിറ്റ് ആണ് എങ്കിൽ ക്രിട്ടിക്കൽ പോയിന്റ് 0, 0 ഈസ് അസിംപ്റ്റോട്ടിക്കലി സ്റ്റെബിൾ എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ കണ്ടീഷൻ പ്രൂവ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലെറ്റ് C1 ബി എ ക്രിട്ടിക്കൽ പോയിന്റ് ഓഫ് റേഡിയസ് ആർ ഗ്രേറ്റർ ദാൻ 0 സെൻറ്റേഡ് അറ്റ് ദ ഒറിജിൻ. അപ്പോൾ നമുക്ക് സ്റ്റെബിലിറ്റി പറയണമെങ്കിൽ എപ്പോഴും ഒരു സർക്കിൾ നമ്മൾ എടുക്കാറുണ്ട് അല്ലേ. ഒരു സർക്കിളും അതിൻ്റെ ഉള്ളിൽ ഒരു ഇന്നർ സർക്കിളും എടുത്തിട്ടാണ് നമ്മൾ സ്റ്റെബിലിറ്റിയും സിംപ്റ്റോട്ടിക്കലി സ്റ്റെബിളൊക്കെ പറയാറ്. അപ്പോൾ ലെറ്റ് C1 ഫസ്റ്റ് സർക്കിളായിട്ട് C1 ബി എ സർക്കിൾ ഓഫ് റേഡിയസ് ആർ, ക്യാപിറ്റൽ ആർ റേഡിയസ് ഉള്ള സർക്കിൾ സെൻറ്റേഡ് അറ്റ് ദ ഒറിജിൻ ആൻഡ് അസ്യൂം ദാറ്റ് C1 ഈസ് സ്മോൾ ഇനഫ് ടു ലൈ എൻറ്റയർലി ഇൻ ദ ഡൊമൈൻ ഓഫ് ഡെഫിനീഷൻ ഓഫ് ദ ഫംഗ്ഷൻ ഇ. അപ്പോൾ ഇയുടെ ഡൊമൈനിൽ ലൈ ചെയ്യുന്ന വിധത്തിലാണ് നമ്മൾ സർക്കിൾ C1 സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം Lyapunov ഫംഗ്ഷൻ ആണ്. Since E of xy is continuous and positive definite, E of xy എന്നുള്ള ഫംഗ്ഷൻ കണ്ടിന്യൂസും ആണ് പോസിറ്റീവ് ഡെഫിനിറ്റും ആണ് ബിക്കോസ് ഇറ്റ് ഈസ് എ Lyapunov ഫംഗ്ഷൻ അല്ലേ. സോ ഇറ്റ് ഹാസ് എ പോസിറ്റീവ് മിനിമം m ഓൺ C1. നമുക്കറിയാം കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷന് ബൗണ്ടഡ് ആയിട്ടുള്ള ഒരു റീജിയൻ്റെ ഉള്ളിൽ ഒരു പോസിറ്റീവ് വാല്യൂ ഒരു മിനിമം വാല്യൂ ഒരു മാക്സിമം വാല്യൂ ഒക്കെ എക്സിസ്റ്റ് ചെയ്യും നമ്മൾ പഠിച്ചിട്ടുണ്ട്. മാത്രമല്ല അത് അതിൻ്റെ ബോർഡറിൽ മീൻസ് എന്താണ് അതിൻ്റെ ബൗണ്ടറിയിലായിരിക്കും എന്നുള്ളത്. അപ്പോൾ ആ ബൗണ്ടറിയിലുള്ള ആ ഒരു മിനിമം വാല്യൂ എന്ന് പറയുന്നത് C1 മിനിമം വാല്യൂ കേട്ടോ. C1 അതിൻ്റെ ഒരു മിനിമം വാല്യൂ m ആണ് എന്ന് വിചാരിക്കുക. ഫംഗ്ഷൻ്റെ ഒരു മിനിമം വാല്യൂ m ആണ് എന്ന് വിചാരിക്കുക. സോ ഇറ്റ് ഹാസ് എ പോസിറ്റീവ് മിനിമം m ഓൺ C1. നെക്സ്റ്റ് E of xy ഈസ് കണ്ടിന്യൂസ് അറ്റ് ദ ഒറിജിൻ ആൻഡ് വാനിഷസ് ദ. നമുക്കറിയാം ഒറിജിനിൽ ഈ ഇയുടെ വാല്യൂ അറ്റ് 0, 0 അത് 0 ആണ് എന്നുള്ളത് അറിയാം. അപ്പോൾ അവിടെ അതിൻ്റെ വാല്യൂ 0 ആണ്. C1 അതിനൊരു മിനിമം വാല്യൂ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ അവിടെ എമ്മിനേക്കാളും ചെറിയ വാല്യൂസ് എക്സിസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് E of xyക്ക്. സോ വി ക്യാൻ ഫൈൻഡ് എ പോസിറ്റീവ് നമ്പർ സ്മോൾ ആർ ലെസ് ദാൻ ക്യാപിറ്റൽ ആർ such that E of xy is less than m whenever xy is inside the circle C2 of radius r. അപ്പോൾ E of xy is less than m വരുന്ന പോയിന്റ്സ് എടുത്തിട്ട് നമ്മൾ വേറൊരു സർക്കിൾ ഫോം ചെയ്യാണ്. വി ഫൈൻഡ് എ സ്മോൾ ആർ ലെസ് ദാൻ ക്യാപിറ്റൽ ആർ, വേറൊരു റേഡിയസ് സ്മോൾ ആർ ലെസ് ദാൻ ക്യാപിറ്റൽ ആർ സെലക്ട് ചെയ്യാണ് വിത്ത് ദ കണ്ടീഷൻ ദാറ്റ് E of xy is less than m whenever xy is inside a circle C2 ഓഫ് റേഡിയസ് സ്മോൾ ആർ. അപ്പോൾ E of xy എമ്മിനേക്കാളും ചെറുത് വരുമ്പോൾ ആ പോയിന്റ്സിനെ എല്ലാം നമ്മൾ C2 എന്നുള്ള സർക്കിളിൻ്റെ ഉള്ളിൽ പെടുത്തുകയാണ്. ആ C2ൻ്റെ റേഡിയസ് നമ്മൾ സ്മോൾ ആർ ആയിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത് അത് ക്യാപിറ്റൽ ആറിനേക്കാളും ചെറുതായിരിക്കും. കാരണം ക്യാപിറ്റൽ ആറിനുള്ള മിനിമം വാല്യൂ ആണ് സ്മോൾ m വരുന്നത്. അപ്പോൾ അതിനേക്കാളും ചെറിയ വാല്യൂ വരുമ്പോൾ ആ റേഡിയസ് സ്വാഭാവികമായിട്ടും ക്യാപിറ്റൽ ആറിനേക്കാളും ചെറുതായിരിക്കും അല്ലേ. Okay, now we let C is equal to x of t, y of t be any path which is inside C2 for t equal to t0. അപ്പോൾ C2ൻ്റെ ഉള്ളിൽ സ്റ്റാർട്ടിംഗ് പോയിന്റ് t equal to t0 നമ്മൾ പാത്ത് ഡിഫൈൻ ചെയ്യുന്നത് x of t, y of t ആണ് എന്ന് വിചാരിക്കാം. അങ്ങനെയാണ് എങ്കിൽ
ഇ ഓഫ് ടി നോട്ട്. അപ്പോൾ നമുക്ക് എന്തായാലും സ്റ്റാർട്ടിംഗ് പോയിന്റ് വരുന്നത് C2-ലാണല്ലോ സ്റ്റെബിലിറ്റിയുടെ ഡെഫിനേഷൻ പറയുമ്പോൾ ഉള്ളിലത്തെ സർക്കിളിൽ സ്റ്റാർട്ടിംഗ് പോയിന്റ് വരണ ഏത് കർവ് എടുത്താലും അത് വലിയ സർക്കിളിൻ്റെ ഉള്ളിൽ തന്നെ ആയിരിക്കണം, അതിന് പുറത്തേക്ക് പോകരുതെന്നാണല്ലോ സ്റ്റെബിലിറ്റിയുടെ ഡെഫിനേഷൻ. അപ്പോൾ നമ്മൾ ടി ഈക്വൽ ടു ടി നോട്ട് C2-ൻ്റെ ഉള്ളിൽ നിന്ന് സെലക്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇ ഓഫ് ടി നോട്ടിൻ്റെ വാല്യൂ ലെസ് ദാൻ എം ആയിരിക്കും. ഓക്കെ, ആൻഡ് സിൻസ് ഫംഗ്ഷൻ 3 എന്ന് പറഞ്ഞാൽ DE/DTയുടെ വാല്യൂ കേട്ടോ. Since 3 is negative semi-definite, we have DE/DT is less than or equal to 0. നെഗറ്റീവ് സെമി ഡെഫിനിറ്റ് ആയിരിക്കും ലിയാപ്നോവ് ഫംഗ്ഷൻ ആയതുകൊണ്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് DE/DT is less than or equal to 0 എന്ന് പറയാൻ പറ്റും. Which implies that E of t is less than or equal to E of t naught. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് DE/DT ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആണ് എങ്കിൽ അതിൽ നിന്ന് നമുക്ക് ക്ലിയർ ആണ് എന്ത്, E of t is less than or equal to E of t naught എന്നുള്ളത്. ഫസ്റ്റ് ഡെറിവേറ്റീവ് is less than or equal to 0 അല്ലേ. അപ്പോൾ E of t is less than or equal to E of t naught which is less than m for all t greater than t naught. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് വെച്ചിട്ട് നമുക്കത് ഈ രീതിയിൽ എഴുതാനായിട്ട് പറ്റും. E of t is less than or equal to E of t naught. ഓക്കെ, ടി ഗ്രേറ്റർ ദാൻ ടി നോട്ട് ആണ്, പക്ഷേ DE/DT ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആയതുകൊണ്ട് ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് പറയുന്നില്ലേ നമ്മൾ, ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ഫംഗ്ഷൻ്റെ, അത് യൂസ് ചെയ്ത് നമുക്ക് E of t is less than or equal to E of t naught എന്ന് എഴുതാം. ഓൾറെഡി E of t naught is less than m ആണ്, അപ്പോൾ നമുക്ക് ഈ ഒരു റിലേഷൻ കിട്ടും. സോ ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാവുന്നത്, ഏത് ടി ഗ്രേറ്റർ ദാൻ ടി നോട്ട് എടുത്താലും E of tയുടെ വാല്യൂ എന്താണ്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം എന്നുള്ള രീതിയിൽ നിന്നോളും. ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ആണ് എങ്കിൽ ആ പോയിന്റ്സ് XY ഒന്നും ഇ ഓഫ് XYയിലെ XY എന്ന് പറയുന്ന പോയിന്റ്സ് ഒന്നും എവിടേക്ക് എത്തില്ല, സർക്കിൾ C1നെ വിട്ടു പോവില്ല. ഇത് ലെസ് ദാൻ എം ആയിട്ട് നിൽക്കുകയാണ്, അപ്പോൾ ഒരിക്കലും അത് സർക്കിൾ C1ന്റെ പുറത്തേക്ക് പോവില്ല, C1നെ പോലും എത്തില്ല. കറക്റ്റ് ലെസ് ദാൻ എം ആയതുകൊണ്ട്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം പോലും ഇല്ല, അപ്പോൾ കറക്റ്റ് ലെസ് ദാൻ എം ആയതുകൊണ്ട് C1ലേക്ക് പോലും എത്തില്ല. അപ്പോൾ എന്തായാലും അതിൻ്റെ ഉള്ളിൽ C1 എന്ന് പറയുന്ന സർക്കിളിൻ്റെ ഉള്ളിൽ തന്നെയായിരിക്കും ആ പാർട്സ് ലൈ ചെയ്യുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ നമുക്ക് 0 സ്റ്റെബിൾ ആണ് എന്ന് പറയാം. 0 എന്ന് പറയുന്ന ക്രിട്ടിക്കൽ പോയിന്റ് സ്റ്റെബിൾ ആണ് എന്ന് പറയാം. ഓക്കെ, അത് ആ ഫിഗറൊക്കെ വരച്ചിട്ടുണ്ട്, നിങ്ങൾ ഫിഗറൊക്കെ വരച്ചിട്ട് നോട്ട് എഴുതാം കേട്ടോ. അടുത്തത് നമുക്ക് സെക്കൻഡ് പാർട്ടാണ് പ്രൂവ് ചെയ്യാനുള്ളത്. ടു പ്രൂവ് ദ സെക്കൻഡ് പാർട്ട് ഓഫ് ദ തിയറം ഇറ്റ് ഇസ് സഫിഷ്യന്റ് ടു ഷോ ദാറ്റ് അണ്ടർ ദ അഡീഷണൽ ഹൈപ്പോത്തസിസ് വി ഓൾസോ ഹാവ് E of t tends to 0 for since E of xy is positive definite, this will imply that the path C approaches the critical point 0. ഇനി ആകെ സെക്കൻഡ് പാർട്ടാണ് പ്രൂവ് ചെയ്യാനുള്ളത്. സെക്കൻഡ് പാർട്ടിൽ നമ്മൾ പറയുന്നത് DE/DT നെഗറ്റീവ് ഡെഫിനിറ്റ് ആണ് എങ്കിൽ അസിംപ്റ്റോട്ടിക്കലി സ്റ്റെബിൾ എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. അതായത് അതിൻ്റെ മീനിങ് ഇതാണ്, E of t tends to 0 എന്നുള്ളതാണ് നമുക്ക് കാണിക്കാനുള്ളത്. E of t tends to 0 അതായത് 0ക്ക് അപ്രോച്ച് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ അസിംപ്റ്റോട്ടിക്കലി സ്റ്റെബിൾ എന്നുള്ള കണ്ടീഷൻ നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പോൾ അതും കൂടി നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സെക്കൻഡ് പാർട്ടായി. ഓക്കെ, so we begin by observing that since DE/DT less than 0 ഈ DE/DT എന്ന് പറയുന്നത് നമ്മുടെ ഫംഗ്ഷൻ 3 ആണ് കേട്ടോ, സ്റ്റേറ്റ്മെന്റിൽ പറയുന്ന ഫംഗ്ഷൻ 3. അപ്പോൾ അത് നെഗറ്റീവ് ഡെഫിനിറ്റ് എന്നുള്ള അഡീഷണൽ പ്രോപ്പർട്ടിയാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അഡീഷണൽ പ്രോപ്പർട്ടി നെഗറ്റീവ് ഡെഫിനിറ്റ് എന്നുള്ളത് കിട്ടുന്നത് DE/DT ലെസ് ദാൻ 0 എന്ന് എഴുതുമ്പോഴാണ്. ഓക്കെ, ഇറ്റ് ഫോളോസ് ദാറ്റ് E of t is a decreasing function. അപ്പോൾ DE/DT ലെസ് ദാൻ 0 എന്ന് പറയുമ്പോൾ നമുക്ക് അഗെയിൻ ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഫോർ ഇൻക്രീസിങ് ഡിക്രീസിങ് ഫംഗ്ഷൻ വെച്ചിട്ട് ദിസ് ഈസ് എ ഡിക്രീസിങ് ഫംഗ്ഷൻ എന്നുള്ളത് പറയാനായിട്ട് പറ്റും. ആൻഡ് സിൻസ് ബൈ ഹൈപ്പോത്തസിസ് E of t is bounded below by 0. മാത്രമല്ല ഹൈപ്പോത്തസിസ് വെച്ചിട്ട് നമുക്കറിയാം E of tയുടെ വാല്യൂ അറ്റ് 0 0 പിന്നെ അവിടെ നമ്മുടെ പോസിറ്റീവ് വാല്യൂസും ആണെന്ന് നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് വരാവുന്ന ഏറ്റവും ചെറിയ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് ബൗണ്ടഡ് ബൈ 0 ആണ്. വി കൺക്ലൂഡ് ദാറ്റ് E of t അപ്രോച്ചസ് സം ലിമിറ്റ് L greater than or equal to 0 as t tends to infinity. E of t എന്നുള്ള ഫംഗ്ഷൻ ഒരു ലിമിറ്റിനെ അപ്രോച്ച് ചെയ്യുന്നുണ്ട് എന്തായാലും ആസ് t tends to infinity. അപ്പോൾ നമുക്കിനി ഒരൊറ്റ കാര്യം പ്രൂവ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ, E of tയുടെ ലിമിറ്റ് 0 ആണ് എന്നുള്ളത് മാത്രം നമുക്ക് പ്രൂവ് ചെയ്താൽ മതി. ഓൾറെഡി അത് ഡിക്രീസിങ് ഫംഗ്ഷൻ ആണ്, അത് ഇറ്റ് ഈസ് ബൗണ്ടഡ് ബൈ എന്താണ് 0 ബൗണ്ടഡ് ബിലോ ബൈ 0 അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ നമുക്കൊരു മൊണോട്ടോൺ കൺവേർജൻസ് തിയറത്തിൻ്റെ ലിമിറ്റ് കണ്ടുപിടിക്കുന്ന പ്രോപ്പർട്ടി ഒക്കെ ഉണ്ട് അല്ലേ. മൊണോട്ടോൺ സീരീസുകൾ എങ്ങനെയാണ് അവരതിൻ്റെ ഇപ്പോൾ മൊണോട്ടോണിക്കലി ഡിക്രീസിങ് ആണെങ്കിൽ അതിൻ്റെ ലോവർ ലിമിറ്റിലേക്കും മൊണോട്ടോണിക്കലി ഇൻക്രീസിങ് ആണെങ്കിൽ അതിൻ്റെ അപ്പർ ലിമിറ്റിലേക്കൊക്കെയാണ് അവർ ആ സീരീസുകൾ കൺവേർജ് ചെയ്യുക.
സീക്വൻസുകൾ കൺവേർജ് ചെയ്യുക അല്ലേ. അപ്പോൾ അതുപോലെ ഇവിടെയും നമുക്ക് അതിൻ്റെ ഓൾറെഡി ഇ ഓഫ് ടി ഒരു ഡിക്രീസിങ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷനാണ്. അതിൻ്റെ ഒപ്പം തന്നെ അതിൻ്റെ ലോവർ ബൗണ്ട് എന്ന് പറയുന്നത് 0 ആണ് എന്നുള്ളതുകൊണ്ട് നമുക്കിനി ഒരൊറ്റ കാര്യം പ്രൂവ് ചെയ്താൽ മതി, ഇ ഓഫ് ടി ടെൻസ് ടു 0 എന്നുള്ളത് കാണിച്ചാൽ മതി ആസ് ടി ടെൻസ് ടു ഇൻഫിനിറ്റി. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് ആവശ്യമുള്ള കാര്യമായ ഈ കർവ് എവിടേക്ക് അപ്രോച്ച് ചെയ്യുന്നുണ്ട് എന്നുള്ളത്, ഒറിജിനലിലേക്ക് അപ്രോച്ച് ചെയ്യുന്നുണ്ടെന്ന് അതിലൂടെ നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ അസിംപ്റ്റോട്ടിക്കലി സ്റ്റേബിൾ എന്നുള്ളത് പറയാനും പറ്റും. ഓക്കെ, അപ്പോൾ ഇത് പ്രൂവ് ചെയ്യാനായിട്ട് ടു പ്രൂവ് ദാറ്റ് ഇ ഓഫ് ടി ടെൻസ് ടു 0 ഇറ്റ് സഫിഷ്യൻറ്റ് ടു ഷോ ദാറ്റ് എൽ ഈക്വൽ ടു 0. ഈ ലിമിറ്റ് എൽ 0 ആണെന്നുള്ളത് കാണിച്ചാൽ മതി. അത് മതിയല്ലോ. അപ്പോൾ അത്രയായ പ്രൂഫായി. So we assume that L greater than 0 and deduce a contradiction. അപ്പോൾ നമ്മൾ കോൺട്രഡിക്ഷൻ മെത്തേഡിലാണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ L greater than 0 എന്ന് അസ്യൂം ചെയ്യും, എന്നിട്ടൊരു കോൺട്രഡിക്ഷൻ കിട്ടും. കോൺട്രഡിക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൽ നിന്ന് പറയാവുന്നത് L ഈക്വൽ ടു 0 എന്നുള്ള കണ്ടീഷൻ മാത്രമാണ്. ഒരിക്കലും L ലെസ് ദാൻ 0 വരില്ല, കാരണം ഈ എപ്പോഴും പോസിറ്റീവ് ഡെഫിനിറ്റ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷനാണ്. അപ്പോൾ L greater than 0 എന്ന് അസ്യൂം ചെയ്ത് കോൺട്രഡിക്ഷനിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അടുത്തതായിട്ട് നമുക്ക് ചെയ്യാനുള്ളത്. So choose a positive number r bar less than r with the property that e of xy is less than L whenever xy is inside the circle C3 with radius r bar. അപ്പോൾ അതാണ് ഫിഗറിൽ ഇവിടെ കാണിച്ചിരിക്കുന്ന C3 വരുന്നത്. R എന്ന് പറയുന്ന സർക്കിൾ, C2 എന്ന് പറയുന്ന സർക്കിൾ വരെ നമ്മൾ നേരത്തെ എത്തിച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതിൻ്റെ ഉള്ളിൽ നമ്മളൊരു R ബാർ റേഡിയസിലുള്ള വേറൊരു സർക്കിൾ C3 എടുക്കുകയാണ്. അതിൻ്റെ പ്രത്യേകത ഇതാണ്, ആ C3യുടെ ഉള്ളിലുള്ള ഏത് പോയിന്റിനും ഇ ഓഫ് എക്സ് വൈയുടെ വാല്യൂ അതിൻ്റെ ലിമിറ്റിൻ്റെ വാല്യൂവിനേക്കാളും ലെസ്, എല്ലിനേക്കാളും ലെസ്, എൽ ഗ്രേറ്റർ ദാൻ 0 എന്നാണ് നമ്മുടെ അസംഷൻ. ആ എല്ലിനേക്കാളും ലെസ് വാല്യൂ വരുന്ന എക്സ് വൈ ആണ് ആ സർക്കിളിൻ്റെ ഉള്ളിൽ വരുന്നത്. Since the function 3 is continuous and negative definite, it has a negative maximum minus k in the ring consisting of the circles C1 and C3 and the region between them. Okay, അപ്പോൾ ഇത് dE by dt എന്ന് പറയുന്നത് ലെസ് ദാൻ 0 ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അത് കണ്ടിന്യൂസ് ആണ്, നെഗറ്റീവ് ഡെഫിനിറ്റീവ് ആണ് എന്നുള്ളതുകൊണ്ട് തന്നെ ഹാസ് എ നെഗറ്റീവ് മാക്സിമം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവിടെ മിനിമം ആയിരുന്നു നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്, പോസിറ്റീവ് മിനിമം ആയിരുന്നു നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ നമുക്ക് നെഗറ്റീവ് മാക്സിമം മൈനസ് കെ എന്ന് എടുക്കാതെ ഇൻ ദ റിംഗ് കൺസിസ്റ്റിംഗ് ഓഫ് ദ സർക്കിൾ C1 ആൻഡ് C3 ആൻഡ് ദ റീജിയൻ ബിറ്റ്വീൻ ദം. അപ്പോൾ ഫിഗറിൽ നോക്കുകയാണ് എങ്കിൽ ഇതിൻ്റെ ഒരു റീജിയൻ ആയിട്ട് വരുന്നത്, അതിൻ്റെ ആ ഒരു മാക്സിമം എക്സിസ്റ്റ് ചെയ്യാനുള്ള റീജിയൻ എന്ന് പറഞ്ഞാൽ ഈ C1 ഇൻക്ലൂഡിങ് ദിസ് C1 എന്ന് പറയുന്ന സർക്കിൾ അതിൻ്റെ ബൗണ്ടറിയും C3 എന്ന് പറയുന്ന സർക്കിൾ അതിൻ്റെ ബൗണ്ടറിയും അതിനിടയിലുള്ള റീജിയനും, അത്രയും ഭാഗത്താണല്ലോ ഇ ഓഫ് എക്സ് വൈ എന്നുള്ള വാല്യൂ എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു റീജിയൻ്റെ ബൗണ്ടറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു റിങ് പോലുള്ള സ്ട്രക്ചറാണ് വരിക. അപ്പോൾ അവിടെ ഇ ഓഫ് എക്സ് വൈക്ക് ഒരു നെഗറ്റീവ് മാക്സിമം, അതായത് മൈനസ് കെ എന്നാണ് നമ്മൾ അതിനെടുക്കുന്നത്, അത് എക്സിസ്റ്റ് ചെയ്യും ആ ഒരു റീജിയനിൽ എന്നുള്ളതാണ് അടുത്ത ആർഗ്യുമെൻറ്റ്. അതും ഈ പറഞ്ഞ പോലെ തന്നെ നേരത്തെ പറഞ്ഞപ്പോൾ ഒരു ബോർഡറേ ഉണ്ടായിരുന്നുള്ളൂ, C1ൻ്റെ ബോർഡറേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ നമുക്ക് ഇ ഓഫ് എക്സ് വൈ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു റീജിയൻ തന്നെയുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മാക്സിമം മൈനസ് കെ എക്സിസ്റ്റ് ചെയ്യും. ദിസ് റിംഗ് കണ്ടെയ്ൻസ് ദ എൻറ്റയർ പാത്ത് C4 t ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു T0. അപ്പോൾ ആ ഒരു റീജിയനിൽ തന്നെയാണ്, ആ ഒരു റിങ്ങിൻ്റെ ഉള്ളിൽ തന്നെയാണ് നമുക്ക് ആ നമ്മുടെ പാത്ത് കർവിൻ്റെ ഫേസ് പോർട്രേറ്റിൽ വരുന്ന പാത്ത് കർവുകൾ മുഴുവനും ലൈ ചെയ്യുന്നത്. സോ ദ ഇക്വേഷൻ ഇ ഓഫ് ടി ഈക്വൽ ടു ഇ ഓഫ് T0 പ്ലസ് ഇൻ്റഗ്രൽ T0 ടു T dE by dt yields the inequality, this inequality. ഇതെങ്ങനെയാണ് വരുന്നത്, ഈ ഇക്വേഷൻ കിട്ടുന്നത് എങ്ങനെയാണെന്നുള്ളത് ഇവിടെ സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് നോക്കി നോക്കുക. ജസ്റ്റ് ഇൻ്റഗ്രൽ T0 ടു dE by dt ചെയ്തിട്ട് നമുക്ക് ഇ ഓഫ് ടി മൈനസ് ഇ ഓഫ് T0 ആണ് വരിക ഫണ്ടമെൻ്റൽ തിയറം പ്രകാരം. അതിൽ നിന്ന് ഇ ഓഫ് ടി ഈക്വൽ ടു ദിസ് വൺ എഴുതാൻ പറ്റും. അപ്പോൾ ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് ഇങ്ങനൊരു ഇൻഇക്വാളിറ്റി ഉണ്ടാക്കിയെടുക്കാം എന്നാണ് പറയുന്നത്. ഈ ഇൻഇക്വാളിറ്റി വരുന്നത് ഇതിൻ്റെ നെഗറ്റീവ് മാക്സിമമായ മൈനസ് കെ വെച്ച് റീപ്ലേസ് ചെയ്യുന്നു. അതിനൊപ്പം തന്നെ അപ്പോൾ എഫ് ഓഫ് എക്സ് ഇൻറ്റു ഇതും അതെ ഫണ്ടമെൻ്റൽ തിയറത്തിൻ്റെ ഒരു അപ്ലിക്കേഷനാണ്. എഫ് ഓഫ് എക്സ് ഇൻറ്റു ബി മൈനസ് എ എന്ന് എഴുതാറുള്ള പോലെ ഇവിടെ ടി മൈനസ് T0. എഫ് ഓഫ് എക്സിന് പകരം ഇതിൻ്റെ മാക്സിമം വാല്യൂ ആയ മൈനസ് കെ വെച്ചിട്ട് നമ്മൾ റീപ്ലേസ് ചെയ്യും ഇവിടെ. ഓക്കെ, അപ്പോൾ മൈനസ് കെ ഇൻറ്റു ഇൻ്റഗ്രൽ ടി മൈനസ് T0. അപ്പോൾ ഇത് രണ്ടും ഈ ഇക്വേഷൻ ആയാലും അതുപോലെ ഇതിന് പകരം ഇത് എഴുതിയതായാലും ഫണ്ടമെൻ്റൽ തിയറത്തിൻ്റെ അപ്ലിക്കേഷനാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനൊരു ഇൻഇക്വാളിറ്റി നമുക്ക് കിട്ടും. ഈ ഇൻഇക്വാളിറ്റിയുടെ പ്രത്യേകത, however the right side of equation number 4 becomes negatively infinite as t tends to infinity, so that e of t tends to minus infinity as t tends to infinity.
അപ്പോൾ ഇവിടെയാണ് നമുക്കൊരു കോൺട്രഡിക്ഷൻ വരാൻ പോകുന്നത്. കോൺട്രഡിക്ഷൻ ഇതാണ്, ഇതിൽ ടി ടെൻസ് ടു ഇൻഫിനിറ്റി എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ ഇതാ ഈ ടി ഇൻഫിനിറ്റിയിലേക്ക് പോവും. ഇൻഫിനിറ്റി മൈനസ് ടി നോട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഫൈനൈറ്റ് വാല്യൂ ആയിരിക്കും. ഇൻഫിനിറ്റി മൈനസ് ഫൈനൈറ്റ് വാല്യൂ